بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وبه قال الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه وبصحيحه آمين. حدثنا عبدان قال أخبرنا عبد الله قال أخبرنا يونس عن الزهري وحدثنا بشر بن محمد قال أخبرنا عبد الله قال أخبرنا يونس ومعمر عن الزهري نحوه قال أخبرني عبيد الله بن عبد الله عن ابن عباس رضي الله عنهما وعنهم أنه قال كان رسول الله صلى الله عليه وسلم أجود الناس وكان أجود ما يكون في رمضان حين يلقاه جبريل وكان يلقاه في كل ليلة من رمضان فيدارسه القرآن فلرسول الله صلى الله عليه وسلم أجود بالخير من الريح المرسلة. ബഹുമാനപ്പെട്ട ഇമാം അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അബൂ അബ്ദില്ലാഹ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സ്വഹീഹിലെ 6-ാമത്തെ ഹദീസ് ആണ് നാം ഓതുന്നത്. മഹാനവർകൾ പറയുന്നു, ഹദ്ദസനാ അബ്ദാനു, അബ്ദാൻ എന്നവർ നമുക്ക് ഹദീസ് പറഞ്ഞു തന്നു. ഈ സനദിൽ ആകെ 8 ആളുടെ പേര് പറയുന്നുണ്ട്. ആ 8 ആളിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്, സുഹ്രി ഇമാം വരുന്നുണ്ട്, മഅ്മർ എന്നവർ വരുന്നുണ്ട്, യൂനുസ് എന്നവർ വരുന്നുണ്ട്. ആ 4 പേരുടെയും ചരിത്രം ചെറിയ തോതിൽ മുമ്പ് നാം പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഒരാളാണ് അബ്ദാൻ എന്നവർ. ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. ഇമാം ബുഖാരിയുടെ ഉസ്താദാവുകയും അവരെ തൊട്ട് ഇമാം ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഫഖ്റാണ്. അബ്ദാൻ എന്നത് അവരുടെ ലഖബലമാണ്, സ്ഥാനപ്പേരാണ്. അവർക്ക് അവരുടെ ഇസ്മലം അബ്ദുല്ലാ എന്നവരാണ്. അവരുടെ പിതാവ് ഉസ്മാൻ ബിൻ ജിബില്ല ബിൻ അബി റവ്വാസ് മൈമൂൻ എന്നവരാണ് അവരുടെ കുടുംബ പരമ്പര വരുന്നത്. അത്തഖി ബിൽ ഐനിൽ മുഹ്മലത്തിൽ മഫ്തൂഹത്തി വബിത്തായിൽ മുസന്നാത്ത് മിൻ ഫൗഖു അത്തഖി. അത്തഖിലേക്ക് നിസ്ബ ചെയ്തിട്ടാണ് അത്തഖി എന്ന് പറയുന്നത്. അവരുടെ കുഞ്ഞത്തലം അബൂ അബ്ദുറഹ്മാൻ അൽ മർവസിയാണ്. അബൂ അബ്ദുറഹ്മാൻ എന്ന പേരിലാണ് അവരെ വിളിക്കൽ. പേര് അബ്ദുള്ള എന്നുമാകുന്നു. അവര് മാലിക് ഇമാമിനത്തോൻ്റെ ശിഷ്യനാണ്. ഹമ്മാദ് ബിൻ സെയ്ദ് എന്നവരുടെ ശിഷ്യരാണ്. വേറെ പല മഹാന്മാരുടെയും ശിഷ്യനാണ്. അവരിൽ പ്രധാനിയാണ് ഇവിടെ പറയുന്ന ഉസ്താദ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. ഇവരെ ശിഷ്യന്മാരായിട്ട് ഇമാം ബുഖാരി ഉണ്ട്, ദുഹരി ഉണ്ട്, മറ്റ് പലരുമുണ്ട്. ഇമാം മുസ്ലിം, അബൂദാവൂദ്, നസായി ഇങ്ങനെയുള്ളവർക്കെല്ലാം ഇവർ ഉസ്താദിൻ്റെ ഉസ്താദന്മാരായിട്ടാണുള്ളത്. നേരെ ശിഷ്യത്വം കിട്ടിയിട്ടില്ല. അവരുടെ വഫാത്ത് വരുന്നത്
ഹിജ്റ 220 അതല്ല 21 22 എന്നുള്ള അഭിപ്രായമുണ്ട്. വഫാത്താകുമ്പോൾ അവർക്ക് 76 വയസ്സാണുള്ളത്. ഈ അബ്ദാൻ എന്ന പേര് അവർക്ക് എങ്ങനെ കിട്ടിയെന്ന പേര് അബ്ദുള്ളയാണ്. സ്ഥാനപ്പേര് കുഞ്ഞത്തരം അബൂ അബ്ദുറഹ്മാൻ എന്നുള്ളതുമാണ്. പിന്നെ അബ്ദാൻ എന്ന് അബ്ദുള്ള എന്നുള്ളതിനെ ചില ആളുകൾ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് അബ്ദുള്ള എന്നുള്ളതിനെ അബ്ദാൻ എന്ന് വിളിച്ച് അങ്ങനെ ആക്കിയതാണ് എന്ന് പറയുന്നവരുണ്ട്. വേറൊരു കൂട്ടർ പറയുന്നത് അബ്ദാനി എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തിന് അബ്ദാനു എന്ന് നൂന് റഫ് കൊണ്ടാണ് വായിച്ചത്. എന്നാൽ അബ്ദിൻ്റെ തസ്നിയായ അബ്ദാനിയാണ് എന്നാണ് പറയുന്ന ചില പാവങ്ങളുണ്ട്. അങ്ങനെ രണ്ട് അബ്ദുല്ല, അബ്ദുറഹ്മാൻ, അബൂ അബ്ദുറഹ്മാൻ എന്ന പേരുണ്ട്, അബ്ദുള്ള എന്ന പേരുണ്ട്. അപ്പോൾ രണ്ടിലും അബ്ദുണ്ട്. അങ്ങനെയാണ് അബ്ദാനി ആയത്. അബ്ദാനി പിന്നെ പേരായപ്പം അബ്ദാനു എന്ന് പറയാണ്. അങ്ങനെ പറയുന്നവരുണ്ട്. വേറെ ചിലർ പറയുന്നത് അതായിരിക്കും തഹ്കീക്ക്. അബ്ദുള്ള അബൂ അബ്ദുറഹ്മാൻ, അബ്ദുള്ള എന്നുള്ള കുഞ്ഞ ഇസ്മലമും അബൂ അബ്ദുറഹ്മാൻ എന്നത് അവരെ ബഹുമാനിച്ച് വിളിക്കുന്ന പേരുമാണല്ലോ. ആ അബ്ദുള്ള എന്നുള്ളത് ആദ്യം ഒന്നാം പേരായ അബ്ദുള്ള, അതിലുള്ള അബ്ദിനെ എടുത്തു. അബൂ അബ്ദുറഹ്മാൻ എന്നതിൻ്റെ അവസാനത്തെ വാക്കായ അലിഫു നൂനും അതും എടുത്തു. അങ്ങനെയാണ് അബ്ദാനായത്. അതാവുമ്പോൾ അദ്ദേഹത്തിന് അബ്ദാനു എന്നുള്ള അബ്ദാൻ പേരായപ്പോൾ ഉമ്മത്തുകൊണ്ട് റഫാണ്. തസ്നീക്കാത്ത് ചെയ്യുകയാണെങ്കിൽ അബ്ദാനി എന്ന് വായിക്കേണ്ടി വരൂലേ. എന്തായാലും ഇതായിരിക്കും റാജിഹ്. അവർക്ക് അബ്ദാൻ എന്ന് പേര് കിട്ടുന്നത് അബ്ദുള്ള എന്നതിലുള്ള അബ്ദും അബൂ അബ്ദുറഹ്മാൻ എന്നതിൻ്റെ അവസാനത്തെ വാക്കായ റഹ്മാൻ്റെ അവസാനത്തെ വാക്കായ അലിഫുൻ നൂനും കൂട്ടിയിട്ട് അബ്ദാൻ എന്നവർക്ക് പേര് നൽകി. വലിയ മഹാനാണ്, ബഹുമാനപ്പെട്ട ബുഖാരി ഇമാമിൻ്റെ ഉസ്താദാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ പവർ. പിന്നെ അവരെ സംബന്ധിച്ച് ഒരു കളങ്കം ഒരാൾക്കും പറയാൻ കഴിയൂല. പിന്നെ രണ്ടാമതായി വരുന്നത് അവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ്. ഖാല അഖ്ബറനാ അബ്ദുല്ലാഹി. ഈ അബ്ദുള്ള ആരാണ്? അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ആണ്. അവരുടെ പേര് അബ്ദുള്ള. അവരുടെ വാപ്പാന്റെ പേര് ഇബ്നുൽ മുബാറക് ഇബ്നു വാളിഹ് അൽ ഹൻളലി അത്തമീമി. തമീമി കബീലക്കാർ ഇത്തിക്കല്ലിയിട്ടാണ് ഒരു വാപ്പാർ ആ കുടുംബത്തിലേക്ക് ചേർത്തി വരുന്നത്. മർവസിയാണ്. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു മർവസി എന്നാ പറയുന്നത്. മർവയിലേക്ക് ചേർക്കപ്പെട്ടിട്ട് മർവസി, മർവ എന്ന നാട്ടിലേക്ക് നിസ്ബ ചെയ്തിട്ട് മർവസി എന്നാ പറയല്. ഖുറാസാൻ, തുർക്കുമാനിസ്ഥാനിലെ ഖുറാസാൻ എന്ന ടൗണിലെ ഒരു ഭാഗമാണ് മർവ. അതിലേക്ക് നിസ്ബ ചെയ്തിട്ട് മർവസി എന്നാണ് പറയുന്നത്. അവർ ഹിജ്റ 118 ജനിച്ചു, 181 വഫാത്തായി. വഫാത്താകുമ്പം 63 ഹീത്ത് എന്ന സ്ഥലത്താണ് അവിടെ മറവട്ടെടുക്കുന്നുള്ളത്. അവിടെ വലിയ മക്ബറകളെല്ലാം ഉണ്ട്. അവിടെ മഹാനവറുകൾക്ക് വലിയ മക്ബറകളുണ്ട്. ധാരാളം ആളുകൾ സിയാറത്ത് ചെയ്യുകയും അറിയപ്പെടുകയും ചെയ്ത മഹാനായ ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാം ഇമാം ബുഖാരിയുടെ ഓരോരോ സനദിലുമുള്ള താബീങ്ങളെ പറ്റി പറയുമ്പോൾ തന്നെ ധാരാളം പറയാനുണ്ടാകും. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ലോകപ്രശസ്തനാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് സ്വാലിഹായ വലിയ മഹാനായിരുന്നു മുബാറക് എന്നവർ. അവർ ഒരു തോട്ടത്തിലെ കാവൽക്കാരനായിരുന്നു. ചെറിയ ജോലിയായിരുന്നു. പക്ഷേ ആ ജോലിയിൽ കൂലിപ്പണിയായിരുന്നു എടുത്തിരുന്ന തോട്ടത്തിൽ. അതുകൊണ്ട് തന്നെ വിശ്രമമില്ലാതെ ജോലിയെടുക്കുകയും ധാരാളം സമ്പത്ത് സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ പറയലുണ്ട്, ഞാൻ മുതലിൽ കിടന്ന് ഉരുളുന്നവനായിരുന്നു. കാരണം അതിന് മാത്രം സമ്പാദ്യം ഉണ്ടായിരുന്നു പിതാവിനിക്ക്.
സാധുവായി ആണ് ഉണ്ടായിരുന്നത്, തോട്ടപ്പണിക്കാരനാണ്. ആ തോട്ടപ്പണിയിൽ വളരെയധികം ആത്മാർത്ഥത എടുക്കുകയും അതിലേക്ക് ഒരു ദിവസം തന്നെ 2-3 ദിവസത്തെ പണിയെടുത്ത് വിശ്രമം കുറച്ച് അധ്വാനം കൂട്ടി സമ്പാദിച്ചവരായിരുന്നു. ആ പിതാവ് ചരിത്രത്തിൽ കാണാം, മഹാനവർകൾ കാവൽ നിൽക്കുന്ന ജോലി ചെയ്യുന്ന തോട്ടത്തിൻ്റെ ഉടമ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, നീ എനിക്ക് നല്ല ഒരു മുന്തിരി പറിച്ചു കൊണ്ടുവാ. മഹാനുകൾ തോട്ടത്തിൽ നടന്നു ഒരു കൊല പറിച്ചു കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അത് വലിയ നല്ല പുളിയുള്ളതായിരുന്നു. പിന്നീട് പറഞ്ഞു, എന്നാൽ നീ വേറൊന്ന് പറിച്ചു കൊണ്ടുവാ എന്ന് പറഞ്ഞപ്പോൾ അതും നല്ല പുളിയുള്ളത് തന്നെയാണ്. അപ്പോൾ മുതലാളി ചോദിക്കുകയാണ്, ഇതിൽ മധുരമുള്ളത് ഏതാണ്, പുളിയുള്ളത് ഏതാണ്, നിനക്ക് വേർതിരിച്ചറിയില്ലേ? മഹാനവറുകൾ പറഞ്ഞു, ഞാനത് തിന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ ഇത്രയും കാലം നീ ഇവിടെയായിട്ട് ഇതുവരെ തിന്ന് നോക്കിയിട്ടില്ലേ? നിങ്ങൾ എനിക്ക് തിന്നാൻ സമ്മതം തരാത്തത് കൊണ്ട് ഞാൻ തിന്നിട്ടില്ല. അപ്പോൾ മുതലാളി പറയാണ്, നിനക്ക് ഇതിലുള്ള മുഴുവൻ നിന്റെ യഥേഷ്ടം നിനക്ക് ഭക്ഷിക്കാൻ ഞാൻ സമ്മതം തന്നിരിക്കുന്നു. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട സ്വാലിഹായ മനുഷ്യനിൽ നിന്ന് ജനിച്ച് വളർന്നു വന്നവരാണവർ. അതുകൊണ്ട് തന്നെ വാപ്പ സ്വാലിഹാവുകയും ഹലാല് സമ്പാദിക്കുകയും ഹലാല് കൊടുക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ലോകത്ത് തുല്യതയില്ലാത്ത സ്ഥാനത്തുള്ള ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു, അവർക്ക് തുല്യനായിട്ട് ഒരാളുമില്ല. അവരുടെ കാലത്ത് ഏറ്റവും വലിയവർ അവരായിരുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അബി ഹാത്തിം എന്നിവർ പറയാണ്, എൻ്റെ പിതാവായ അബു ഹാത്തിം എന്നിവർ പറയും, അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ദുനിയാവ് ആകെ നോക്കിയാൽ അതിൻ്റെ റുബ് ആണ് 4/1. ലോകത്ത് എവിടെ ഹദീസ് ഉണ്ടെന്ന് കേട്ടോ അവിടെ മുഴുവനും പോയി ഹദീസ് തേടിയവരാണ്. 20-ാമത്തെ വയസ്സിൽ തുടങ്ങിയ പഠനം. യമനിൽ പോയിട്ടുണ്ട്, മിസ്റിൽ പോയിട്ടുണ്ട്, ഷാമിൽ പോയിട്ടുണ്ട്, അൽജസായറിൽ പോയിട്ടുണ്ട്, ബസറയിൽ പോയിട്ടുണ്ട്, കൂഫയിൽ പോയിട്ടുണ്ട്. ലോകത്ത് എവിടെയെല്ലാം ഹദീസ് ലഭിക്കോ അവിടെ മുഴുവനും പോയിട്ടുണ്ട്. മക്കയിലും മദീനയിലും ഹിജാസിലും പറയും വേണ്ട, വർഷം ഹജ്ജിന് പോകുന്ന സ്വഭാവക്കാരനാണ്. അവരോടൊക്കെ ചോദിച്ചു, നിങ്ങൾ ഈ പഠനം ഏത് വരേക്കുമാണ്? അവർ പറഞ്ഞ മറുപടി എന്താ? ഖബറിൽ കടക്കുന്നത് വരേക്കും, മരിക്കുന്നവരേക്കും. അവരെ സംബന്ധിച്ച് ഹാറൂൺ റഷീദിന്റെ ഭാര്യ ഒരു ദിവസം ഹാറൂൺ റഷീദ് അബ്ദുല്ലാഹി മുബാറക്കുള്ള നാട്ടിലേക്ക് ചെന്നാണ് ഖലീഫ അല്ലേ. വന്നപ്പം ആളുകളെല്ലാവരും കൂടിയും ഹാറൂൺ റഷീദിനെ കാണാൻ വേണ്ടി പലരും വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പോകാൻ ഒരുങ്ങിയപ്പോൾ അവരുടെ പിന്നിൽ വലിയ ഒരു ജനബാഹുല്യമുണ്ടായി. അവർ നടക്കുന്ന സ്ഥലത്ത് ചെരുപ്പിട്ട് നടക്കുന്നവർ കൂടുതൽ കണക്കിലേറെ ആയതുകൊണ്ട് പൊടി ഉയർന്നു, നടത്തത്തിൻ്റെ ശബ്ദം ഉയർന്നു. ഹാറൂൺ റഷീദിൻ്റെ ഭാര്യ ഒരു കൊട്ടാരത്തിൽ മുകളിലിരിക്കുകയാണ്. മുകളിൽ നിന്ന് ഒരു ജനവാതിൽ തുറന്നു നോക്കുമ്പോൾ വലിയ ആരവത്തോട് കൂടെ ഒരാൾ വരുന്നതാണ് കാണുന്നത്. ധാരാളം ആളുകൾ പിന്നിലുണ്ട്. അപ്പോൾ ചോദിച്ചു ഭാര്യ, എന്താണ്, ആരാണ് ഇയാള്? അപ്പോൾ മറുപടി എന്താ? ആലിമും മിൻ അഹ്ലി ഖുറാസാൻ ഖദിമാ, രാജാവിനെ കാണാൻ, ഖലീഫയെ കാണാൻ ഖുറാസാനിൽ നിന്ന് ഒരു ആലിം വന്നതാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞ വർത്താനുണ്ട്, ഹാദാ വല്ലാഹി അൽ മുൽക്ക് ലാ മുൽക ഹാറൂൻ അല്ലദീ ലാ യജ്മഉ അന്നാസ ഇല്ലാ ബിസുറത്തിൻ വഅവാൻ. ഇതാണ് രാജാധികാരം, ഇയാളാണ് രാജാവ്. ഹാറൂനിക്ക് എന്ത് രാജാധികാരമാണ്, എന്ത് ഭരണമാണ്? ഹാറൂൻ ഒരുമിച്ച് കൂട്ടുന്നത് പട്ടാളക്കാരെ കൊണ്ടും സഹായികളെ കൊണ്ടും വിളിച്ചു പറഞ്ഞു വരില്ലേ? പേടിച്ചിട്ടല്ലേ ഹാറൂൻ്റെ അടുത്തേക്ക് ആളുകൾ വരുന്നത്?
ഹാറൂൻ അംഗീകരിക്കുന്നത് പട്ടാളക്കാരും പോലീസുകാരും ഉണ്ടായത് കൊണ്ടല്ലേ? ഇതാണ് യഥാർത്ഥത്തിൽ ഭരണമെന്ന് വിളിച്ചു പറഞ്ഞു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മുബാറക് ചരിത്രം വളരെ വിശാലമാണ്. തസവുഫിന്റെ ഏത് കിതാബ് എടുത്ത് നോക്കിയാലും, ഹദീസിന്റെ കിതാബ് എടുത്താലും, തഫ്സീറിന്റെ കിതാബ് എടുത്താലും, സീറിന്റെ കിതാബ് എടുത്താലും എല്ലാത്തിലും അബ്ദുല്ലാഹി മുബാറക് ചരിത്രം ഉണ്ടാവും, ധാരാളം ഉണ്ടാകും. അതിൽപ്പെട്ട ചെറിയൊരു ചരിത്രമാണ് ബഹുമാനപ്പെട്ടവർ കൊല്ലം കൊല്ലം ഹജ്ജിന് പോകും. ഹജ്ജിന് പോകുമ്പോൾ അവരെ കൂടെ പലരും പറയും, ഞങ്ങൾ നിങ്ങളെ കൂടെ പോരുന്നു, ഞങ്ങൾ നിങ്ങളെ കൂടെ പോരുന്നു, നിങ്ങളെ കൂടെ ഹജ്ജിന് വരണം. അങ്ങനെ എല്ലാവരോടും പറയും, നിങ്ങൾക്കുള്ള ചെലവിനുള്ള പൈസ കൊണ്ടുവരണം, ചെലവിനുള്ള പൈസ നിങ്ങളെല്ലാവരും കൊണ്ടുവരണം. അങ്ങനെ എല്ലാവരോടും പണം വാങ്ങി ഓരോരുത്തരുടെയും പണം ഒരു പെട്ടിയിൽ സൂക്ഷിച്ചു വെക്കും, അവരുടെ പേരെഴുതി. എന്നിട്ട് പോകാൻ ഉദ്ദേശിച്ചവരെ മുഴുവനും ബഗ്ദാദിലേക്ക് മാറ്റും. ബഗ്ദാദിൽ വെച്ച് എല്ലാവർക്കും നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും, വേണ്ടത് മുഴുവനും കൊടുക്കും. നല്ല മഹാന്മാരെ വസ്ത്രത്തോടു കൂടെ നല്ല അന്തസ്സുള്ള വസ്ത്രങ്ങൾ ധരിച്ച് എല്ലാവരും കൂടി പോകും. ആദ്യമായി പോലും മദീനയിലേക്കാണ്. മദീനയിൽ ചെന്ന് സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ചോദിക്കും, മദീനയിൽ നിന്ന് നിങ്ങളെ മക്കള്, നിങ്ങളെ കുടുംബങ്ങൾ നിങ്ങളോട് എന്താണ് വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ഓരോരുത്തരെയും ലിസ്റ്റ് എടുത്ത് ആ പറഞ്ഞ സാധനം മുഴുവനും ഓരോരുത്തർക്ക് വാങ്ങിക്കൊടുക്കും. അതിന് ശേഷം മക്കയിൽ പോയി ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചു പോകാനാവുമ്പോൾ ചോദിക്കും, മക്കയിൽ നിന്ന് നിങ്ങളെ കുടുംബക്കാർ മക്കൾ നിങ്ങളോട് ആവശ്യപ്പെട്ട് എന്തുകൊണ്ടില്ലാനാണ്? അതിൻ്റെ ലിസ്റ്റ് എടുത്ത് മക്കയിൽ നിന്ന് ആ ലിസ്റ്റിൽ പ്രകാരം എല്ലാം വാങ്ങി ഓരോരുത്തർക്കും കൊടുക്കും. ചെലവ് മുഴുവനും മഹാനവറുകൾ, അത് തന്നെ ഏറ്റവും പത്രാസുള്ള ഏറ്റവും അന്തസ്സുള്ള ഭക്ഷണം. അങ്ങനെ അതുമായി അവർ പുറത്തേക്ക് നാട്ടിലേക്കെത്തും. നാട്ടിലേക്കെത്തിയാൽ ആദ്യമായി ചെയ്യുന്നത് ഹജ്ജ് കഴിഞ്ഞ് വന്ന ഈ ആജിമാരുടെ വീടുകൾ മുഴുവനും സിമന്റ് തേക്കും, കുമ്മായം തേക്കും എന്നാണ് ഹദീസിൽ. അന്ന് സിമന്റ് അടുത്ത കാലത്ത് ഇറങ്ങിയതാണല്ലോ, അന്ന് കുമ്മായമാണല്ലോ. എല്ലാം കുമ്മായം തേച്ച് ആ പുര എല്ലാം ഒന്ന് മെയിൻ്റനൻസ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കും. എന്നിട്ട് മൂന്നാമത്തെ ദിവസം ആ വീട്ടിൽ എല്ലാവർക്കും കൂടി ഒരു വലിയ സ്വീകരണം നൽകും ഹജ്ജിന് വന്നവർക്ക്. ആ സ്വീകരണം കഴിഞ്ഞ് പോകുമ്പോൾ ആദ്യം വാങ്ങി വെച്ചിരുന്ന പെട്ടി കൊണ്ടുവരിക, സൂക്ഷിച്ച് അവരുടെ ഓരോരുത്തരുടെയും നഫക്കയുടെ ചെലവിൻ്റെ പണം സൂക്ഷിച്ച പെട്ടി കൊണ്ടുവരികയും ആ പെട്ടിയിൽ നിന്ന് ഓരോരുത്തരെയും പേര് വിളിച്ച് അവരെ പണം തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത്രയും വലിയ ധർമ്മിഷ്ഠനാണ് മഹാനവറുകൾ. ബഹുമാനപ്പെട്ട സുഫിയാൻ ബിൻ സൗരി റളിയല്ലാഹു അൻഹു, സുഫിയാൻ ബിൻ ഉയൈനയും ചരിത്രം പറഞ്ഞിട്ടുണ്ട്. സുഫിയാൻ സൗരി ചരിത്രം വരാൻ പോകുന്നുണ്ട്. വലിയ വലിയ മഹത്തുക്കളാണ്. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കാണ്, എൻ്റെ വയസ്സ് മുഴുവനും കൂടി അബ്ദുല്ലാഹി ബിൻ മുബാറക്കിൻ്റെ ഒരു വർഷം പോലെ ആവലിനെ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വർഷം കഴിഞ്ഞിട്ട് 360 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം 3 ദിവസം പോലും മഹാനവറുകൾ ജീവിച്ചത് പോലെ ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. സുഫിയാൻ ബിൻ ഉയൈന പറയുന്നവരാണ്, ഞാൻ സ്വഹാബത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ചർച്ച നടത്തിയിട്ട് ഗവേഷണം നടത്തിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ മുബാറക്കിൻ്റെ കാര്യത്തിൽ ഞാൻ ഗവേഷണം നടത്തി, ഞാൻ തുലന പഠനം നടത്തി. അവർ താരതമ്യ പഠനം നോക്കുമ്പോൾ സ്വഹാബത്തിനിക്ക് അബ്ദുല്ലാഹി ബിൻ മുബാറക്കിനേക്കാളുമുള്ള പ്രത്യേകത, അബ്ദുല്ലാഹി ബിൻ മുബാറക്ക് അല്ലാത്ത സ്വഹാബത്ത് നബിത്തങ്ങളോട് സ്വഹാബികളായി എന്നൊരു പവറും നബിത്തങ്ങളോട് കൂടെ യുദ്ധം ചെയ്തു എന്നതുമാണ് അവർക്കുള്ള പവർ. എല്ലാത് ചിന്തിച്ചാൽ അവരെക്കാൾ ഒരു സ്ഥാനവും കുറഞ്ഞതായിട്ട് അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു കാണാൻ കഴിയൂല. പക്ഷേ സ്വഹാബത്തിൻ്റെ സ്ഥാനം തുല്യതയില്ലാത്ത സ്ഥാനമാണ്. ആ ഒരു സ്ഥാനം കഴിഞ്ഞാൽ ബാക്കിയുള്ള വിഷയത്തിൽ അബ്ദുല്ലാഹി മുബാറക് സ്വഹാബത്തിനേക്കാൾ ഒരിക്കലും താഴെയല്ല. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു വലിയ സുജായിയാണ്, യുദ്ധതന്ത്രശാലിയാണ്, ദുആക്ക് ഇജാബത്തുള്ളവരാണ്. ധാരാളം ചരിത്രങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ആവശ്യമുള്ളവർ ചരിത്രം വിശദമായി നോക്കണം. മഹാനവറുകൾ ഹജ്ജിന് ചെന്നാൽ അവിടെ വെച്ച് ഒരു ദിവസം മുഹമ്മദ് ബിൻ അബ്ബാദ് എന്നവർ പറയും, കാസിം ബിൻ മുഹമ്മദ് ബിൻ അബ്ബാദ് എന്നവർ പറയാണ്, സുവൈദ് ബിൻ സഈദ് എന്നവർ പറഞ്ഞു,
ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹുവിനെ മക്കയിൽ വെച്ച് ഞാൻ കണ്ടു. അവർ സംസമിന്റെ അടുക്കലേക്ക് ചെന്നു, കുടിക്കാൻ വേണ്ടി വെള്ളം കോരിയെടുത്തു. എന്നിട്ട് ഖിബ്ലക്ക് മുന്നിട്ടു. എന്നിട്ട് പറഞ്ഞത് എന്താ? അല്ലാഹുമ്മ ഇന്ന ഇബ്ന അബിൽ മഹ്വാലി حدثنا عن محمد بن المنقدر عن جابر عن النبي صلى الله عليه وسلم أنه قال ماء زمزم لما شرب له മാഉ സംസം ലിമാ ശുരിബ ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞതായിട്ട് സ്വഹീഹായ സനദോട് കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാഹുവേ, എന്നാൽ ഞാനിതാ ഈ വെള്ളം കുടിക്കുന്നു ലി അത്ശിൽ ഖിയാമ നാളിലുള്ള ദാഹം തീർക്കാൻ വേണ്ടി. പിന്നെ അത് കുടിക്കുകയും ചെയ്തു. അതുപോലെ മഹാനവറുകളെ കൂടെ നടക്കുന്ന ഒരു മഹാനുണ്ട്. ആ മഹാനവറുകൾ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്. ഞാൻ പലപ്പോഴും അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ നടന്നിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ ഹാത്തിം എന്നവർ പറയുന്ന വർത്താനാണ്. കാസിബിന് മുഹമ്മദ് എന്നവർ പറയാണ്, ഞാൻ അവർ കൂടെ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ യാത്രയിലൊന്നും സാധാരണ ജനങ്ങൾക്കുള്ള ഇബാദത്തിനേക്കാൾ കൂടുതൽ ഇബാദത്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ മനുഷ്യനിക്ക് ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്രയും പേരും പെരുമി എവിടെ ചെന്നാലും ഇദ്ദേഹത്തെ അറിയാത്ത ഒരാളുമില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നൊരവസ്ഥ, അദ്ദേഹത്തോട് ദ്വാർപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന അവസ്ഥ, ഇതെന്തുകൊണ്ട് എന്ന് ആലോചിച്ചു. അങ്ങനെ ഒരു സാഹസ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ ലൈറ്റ് വെളുക്ക് കെട്ടു. വെളുക്ക് കത്തിക്കാൻ വേണ്ടി ആളുകൾ പോയി തിരിച്ച് ലൈറ്റ് കത്തിച്ചു വന്നപ്പോഴോ ഞാൻ നോക്കുമ്പം അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു കരഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴിച്ച് താടിയെല്ലാം നനഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഈ ഇരുട്ടോർത്തപ്പോൾ അള്ളാഹുവിൻ്റെ ഖബറിലും അള്ളാഹുവിൻ്റെ നാളെ മഹ്ശറിലുമുള്ള ആ ഒരു ഇരുട്ടോർത്ത് അദാബ് ഓർത്താണ് ആ കരയുന്നത്. അള്ളാഹുവിന് അത്രയും ഭയപ്പാടുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയ പേരിട്ടിയത് എന്ന് ഞാൻ മനസ്സിലാക്കി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മുബാറക് റളിയല്ലാഹു ഖാല പറഞ്ഞു, അഖ്ബർനാ യൂനുസ് എന്നവർ നമുക്ക് ഹദീസ് പറഞ്ഞു തന്നു. അനി സുഹരി, ബഹുമാനപ്പെട്ട സുഹരിയെ തൊട്ട്. സുഹരി എന്ന് പറഞ്ഞാൽ മുമ്പത്തെ ഹദീസിൽ പറഞ്ഞ 2 ഹദീസ് മുമ്പ് പറഞ്ഞ് ഇമാം ഇബ്നു ശിഹാബ് സുഹരി അവരുടെ ശിഷ്യനായിട്ട് വരുന്നത് യൂനുസാണ്. യൂനുസ് എന്നവർ സുഹരിയുടെ കാര്യമായ ശിഷ്യനാണ്. സുഹരിയുടെ അടുത്ത് യൂനുസ് അനി സുഹരി അവിടെ എത്തിയിട്ട് ഇനി ഇമാം ബുഖാരി ചെയ്യുന്നത് അവരുടെ മറ്റൊരു സനദ് മുഖേന ഇതേ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ സുഹരിയിലേക്ക് വേറൊരു വഴി സനദുണ്ട്, അത് വിശദീകരിക്കുകയാണ്. ഇനി എന്നാണ് വായിക്കുക. ഒരു കുട്ടി പറയുന്നത് നീട്ടി വായിക്കണം എന്ന് പറഞ്ഞവരുമുണ്ട്. അതല്ല തഹ്വീൽ എന്നാണെന്നും പറയുന്നവരുണ്ട്. മറ്റു ചിലർ പറയുന്നത് അൽ ഹദീസ എന്നുള്ള ആണ്. അൽ ഹദീസ, ഹദീസിനെ നീ അവസാനം വരെ ഓദിക്കോ എന്നർത്ഥത്തിനാണെന്നും പറയുന്നവരുണ്ട്. എന്നാൽ ഇമാം നബി റാജിയാക്കുന്നത് നമ്മൾ ഉസ്താദന്മാരെല്ലാം ഓദിത്തരൽ റൂട്ട് മാറാൻ പോവാണ്, റൂട്ട് മാറുകയാണ് അതിൻ്റെ സൂചന. وحدثنا بشر بن محمد رواه عطفان حدثنا عبدان عطفان. ഇമാം ബുഖാരിയാണ് പറയുന്നത്, നമുക്ക് ബിശ്ർ ബിൻ മുഹമ്മദ് എന്നവർ ഹദീസ് പറഞ്ഞു തന്നിരിക്കുന്നു. ഖാല, ബിശ്ർ എന്നവർ പറഞ്ഞു, അഖ്ബറനാ അബ്ദുല്ലാ എന്നവർ നമുക്ക് ഹദീസ് പറഞ്ഞു. ബിശ്ർ എന്നവർ എന്നത് ഇബ്നു മുഹമ്മദ് അബൂ മുഹമ്മദുൽ മർവസി അസ്സുഖ്തിയാനിയാണ്. ഇമാം ബുഖാരി അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുൻഫരിദൻ ബിഹി അൻ ബാക്കിൽ കുത്തുബി സിത്താത്തി ഹുനാ. ബാക്കിയുള്ള സിയാഹ് സിത്തൻ്റെ മുസന്നിഫീങ്ങൾ ആരും ബിശ്റിനെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ ഉണ്ട്. കിതാബ് തൗഹീദിലുണ്ട്, കിതാബ് സ്വലാത്തിലുണ്ട്. അതല്ലാതെ പലയിടത്തും ഇമാം ബുഖാരി ബിശ്ർ എന്നവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇബ്നു ഹിബ്ബാൻ തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ ബിശ്ർ എന്നവർ സിഖത്താണ്. ഇമാം ബുഖാരി അവരുടെ ഉസ്താദായി അംഗീകരിക്കുകയും അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ, ബുഖാരി ഇമാമിൻ്റെ ഉസ്താദാണല്ലോ, ബുഖാരി ഇമാമാണ് പറഞ്ഞത് ഹദഥനാ ബിശ്ർ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ കൂടുതൽ ആലോചിക്കേണ്ടതില്ല. അവിടെ വഫാത്തുള്ളത് 224 ഹിജ്റയിലാണ്. ഹിജ്റ 224. ആ ബിശ്ർ എന്നവർ പറയാണ്,
ഖാല അഖ്ബറനാ അബ്ദുല്ലാഹി, നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു നമുക്ക് ഹദീസ് പറഞ്ഞു തന്നു. ഖാല അബ്ദുല്ലാഹി മുബാറക് പറഞ്ഞു അഖ്ബർനാ യൂനുസു, യൂനുസ് എന്നവർ നമുക്ക് ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. വ മഅ്മറുൻ നഹ്വഹു, വ്യത്യാസം അവിടെയാണ് വരുന്നത്. വ മഅ്മറുൻ, യൂനുസിന്റെ സഹപാഠിയാണ് മഅ്മർ എന്നവർ. യൂനുസ് എന്നവർ കിതാബ് നോക്കി പറയാൻ വളരെ ഉസാറ്, മഅ്മർ എന്നവർ ഹിഫ്ളിൽ കൂടുതലുള്ളവരുമാണ്. രണ്ടാളും തുണക്കാരാണ്, മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവരെ പറ്റി. നഹ്വഹു, എന്നാൽ മഅ്മർ എന്നവർ യൂനുസ് പറഞ്ഞ ഹദീസിന്റെ ഏകദേശം അതേമാതിരിയുള്ള ഹദീസാണ്. ലഫ്ള് വ്യത്യാസമുണ്ട്. നഹ്വ് എന്ന് പ്രയോഗിക്കുന്നത് ലഫ്ള് വ്യത്യാസം ഉള്ളതാണ്. അനി സുഹ്രി, ഇവർ കിലാഹുമാ അനി സുഹ്രി, യൂനുസ് എന്നവരും മഅ്മർ എന്നവരും രണ്ടാളും ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് സുഹ്രി ഇമാമിനെ തൊട്ടാണ്. അപ്പം ഈ സനദിൽ ബിശ്റിനെ തൊട്ട് വരുന്ന സനദിൽ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ബിശ്റിനിക്ക് യൂനുസ് എന്നവരെ തൊട്ടും മഅ്മർ എന്നവരെ തൊട്ടും സുഹ്രിയെ തൊട്ട് ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂനുസിന്റെ ലഫ്ളല്ല മഅ്മറിന്റെ ലഫ്ളിൽ മാറ്റമുണ്ട്, ആശയം ഒന്ന് തന്നെയാണ്. അവിടെ വായിക്കേണ്ടത് കിലാഹുമാ അനി സുഹ്രീന. ഖാല, സുഹ്രി ഇമാം പറഞ്ഞു അഖ്ബർനാ ഉബൈദുല്ലാഹി ഇബ്നു അബ്ദില്ലാഹി, ഉബൈദുല്ലാഹി ഇബ്നു അബ്ദില്ലാ എന്നവർ നമുക്ക് ഹദീസ് പറഞ്ഞു തന്നു. ഉബൈദുല്ലാഹ് ഇബ്നു മസൂദ് ഇബ്നു ഗാഫിൽ ബിൽ വൈൽ മുജമ ബിൻ ഹബീബ് ബിൻ സമഖ് ബിൻ ഗാഫാർ ബിൽ ഫായു തഖഫീഫ് റായ് ഇബ്നു മഖ്സൂം ഇബ്നു താഹിദത്ത് ബിൻ കാഹിർ. അങ്ങനെ വലിയ മഹാനാണ്. സുഹ്രി ഇമാമിൻ്റെ ശിഷ്യനാണ്, ഇമാമുൻ ജലീലുമാണ്, മദനിയാണ്, താബിഇയാണ്. പിന്നെ മാത്രവുമല്ല ഉബൈദുല്ലാഹി ഇബ്നു അബ്ദില്ലാ എന്ന് പറയുന്നവർ, ഉബൈദുല്ലാഹി ഇബ്നു അബ്ദില്ലാ എന്ന് പറയുന്ന മഹാൻ ഖുറൈശിയാണ്. അതോടുകൂടെ മക്കയിലെ ഫുഖഹാഉ സബ്ഇൽപ്പെട്ട ഒരാളാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 7 ആളുകളെ ഫുഖഹാഉ സബ്അ പ്രഖ്യാപിച്ചിരുന്നല്ലോ. മുമ്പ് നമ്മൾ അവരുടെ പേരെല്ലാം വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഉബൈദുല്ലാഹി ഇബ്നു അബ്ദില്ലാ എന്ന് പറയുന്ന മഹാൻ. സ്വഹാബത്തിൽ നിന്ന് ധാരാളം സ്വഹാബികളെ കണ്ടവരാണ്, താബിഇയാണ്. അവരിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അവരെ തൊട്ട് ധാരാളം താബിഈകളും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉബൈദുല്ലാഹി ഇബ്നു അബ്ദില്ലാ എന്നവർക്ക് ഫഖറായിട്ട് എന്ത് മതി? അവരാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന 1ാം നൂറ്റാണ്ടിലെ ആദ്യ നൂറ്റാണ്ടിലെ മുജദ്ദിദായ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഅല്ലിമാണവർ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആക്കിയത് ഉബൈദുല്ലാഹി ഇബ്നു അബ്ദില്ലാ എന്ന് പറയുന്ന ഫുഖഹാഉ സബ്ഇൽപ്പെട്ട മഹാനാണ്. അവർക്ക് പിന്നെ കുറേ ഫഖറൊന്നും പറയേണ്ട ആവശ്യമില്ല. ഏത് മതി ഫഖറായിട്ട്? താബിഇയാണ്, ജലീലാണ്, കാര്യമായ ആളാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യമായ മുഅല്ലിമാണ്. വെറും ദർസ് പഠിക്കുക മാത്രമല്ല, തഅലീം തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഉബൈദുല്ലാഹി എന്നവർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അന്നഹു ഖാല, ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു അജ്വദന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ജവാദായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു, വേണ്ടവർക്ക് വേണ്ട സമയത്ത് വേണ്ടത് കൊടുക്കുന്നവരായിരുന്നു. അതാ അജ്വദിൻ്റെ അർത്ഥം മഹാന്മാർ പറയുന്നത് അതാണ്. വൽ ജൂദു അൽ കറം വഹുവ മിന സിഫാത്തിൽ മഹ്മൂദായ ഏറ്റവും വലിയ സിഫത്തിൽപ്പെട്ട ഒന്നാണ്. ഫതുൽ ബാരിയെല്ലാം പറയുന്നുണ്ട്. അതിൻ്റെ നിർവചനം പറയുന്നത് എന്താ? മായംബകി ലിമയംബകി, ആവശ്യമുള്ളതിന് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള സമയത്ത് കൊടുക്കുന്നവർ.
ആവശ്യമുള്ളതിന് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള സമയത്ത് കൊടുക്കുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഉള്ളവരിൽ വെച്ച് ഏറ്റവും വലിയവരായിരുന്നു. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാൻ, വകാന അജ്വദു മാ യകൂനു ഫീ റമളാൻ. അവിടെ അജ്വദു എന്നും റിവായത്തുണ്ട്, അജ്വദ എന്നും റിവായത്തുണ്ട്. അതിൽ വെച്ച് മഹാന്മാർ കൂടുതലായി റിപ്പോർട്ട് ചെയ്തത്, നല്ലതായി പറഞ്ഞത് അജ്വദു എന്ന റഫുള്ള ഖിറാഅത്താണ്. ബഹുമാനപ്പെട്ട നബി ഇമാമെല്ലാം പറയുന്നുണ്ട്, റഫ് കൊണ്ട് ഓതുമ്പോൾ അതെനിക്ക് 3 വകുപ്പുണ്ട്, നസ്ബ് കൊണ്ട് ഓതുന്നതിന് 2 ഓത്തുണ്ട്. ഞാൻ ആവശ്യം ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ ആയത്ത് ഓതി കൊടുത്തുകൊണ്ട് നബി ഇമാം പറയാണ്, അന്നഹു സഅല ഇബ്നു മാലിക് അൻഹു ഫഖറജ الرفع من 3 أوجه والنسب من وجهين. റഫ് ഇത് അജ്വദു എന്ന് വായിക്കുമ്പോൾ 3 നിലക്ക് അർത്ഥം വെക്കാം, അജ്വദ എന്നർത്ഥം വായിക്കുമ്പോൾ 2 നിലക്കും അർത്ഥം വെക്കാം എന്ന് ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അൽഫിന്റെ മുസന്നിഫ് നബി ഇമാമിന്റെ ശിഷ്യനാണ്, അവർ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദുമാർക്ക് ശിഷ്യന്മാരോട് ചോദിച്ച് പഠിക്കാമെന്ന് വന്നു. കാരണം ആ വിഷയത്തിൽ വലിയ ആളാണ് ബഹുമാനപ്പെട്ട നെഹ്മിൻ്റെ വിഷയത്തിൽ, തർക്കീബിൻ്റെ വിഷയത്തിൽ വലിയ ആൾ ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അപ്പോൾ വകാന അജ്വദു മാ യകൂനു ഫീ റമളാൻ. വകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വകാന ആയിരുന്നു, ളമീറില്ല, അജ്വദു മാ യകൂനു അത് കാൻ്റെ ഇസ്മായിട്ട്, അജ്വദു മാ യകൂനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാവലായിരുന്നു. ഫീ റമളാന നബി തങ്ങൾ തന്നെ റമളാനിലെ സ്ഥിതിയിൽ ഉണ്ടാവലായിരുന്നു. കാലൻ്റെ ഖബർ കളയപ്പെട്ട് ഫീ റമളാൻ ഹാലാണ്, അതിൻ്റെ മുതഅല്ലഖായ സാബിത്തുൻ എന്നതിനോടാണ്, എങ്കിൽ മൗജൂദ് എന്ന് പറഞ്ഞതിനോടാണ് എന്നാണ് ഖാൻ്റെ ഖബർ. അപ്പം അർത്ഥം വെക്കണം, വകാന അജ്വദു മാ യകൂനു മാമസ്തരി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാവൽ ആയിരുന്നു. നബി തങ്ങൾ തന്നെ റമളാനിലെ സ്ഥിതിയിലായിരുന്നു, ഫീ റമളാൻ. മറ്റൊരു തർക്കീബ് വകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. അല്ല, കാൻ്റെ ലമീർ നബിയിലേക്ക് വിട്ടിട്ട് വേറെ അർത്ഥമുണ്ട്. കാൻ്റെ ലമീർ ഷൈനു ലമീറാക്കുക. വകാന കാര്യമായിരുന്നു, എന്തായിരുന്നു എന്ന് അജ്വദു റഫായിട്ട് മുബ്ത, ഫീ റമളാൻ ഖബറു ആക്കുക. അപ്പോൾ കാന കാര്യമായിരുന്നു, കാര്യം എന്താ, അജ്വദു മാ യകൂനു. ഇപ്പോൾ നബി തങ്ങളിലേക്ക് തന്നെ, നബി തങ്ങൾ ആകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാവലാകുന്നത് ഫീ റമളാൻ റമളാനിലായിരുന്നു, റമളാനിലാണ്. അതാണ് നബി തങ്ങൾ ഏറ്റവും വലിയ കൗന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റുള്ള മാസത്തിനേക്കാൾ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാവൽ റമളാനിലാണ്. ഹീന യൽഖാഹു ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം കാണുമ്പോൾ, വകാന ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു, യൽഖാഹു നബി തങ്ങളുമായി മുലാഖാത്ത് ചെയ്യുന്നവരായിരുന്നു. ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാന റമളാനിൽ നിന്നുള്ള ഓരോ രാത്രിയിലും, അതായത് എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് കാണുമായിരുന്നു. ഫയുദാരിസുഹുൽ ഖുർആന ഫയുദാരിസു ജിബ്രീൽ മുദാറസത്ത് നടത്തും ഹു നബി തങ്ങളോട് അൽ ഖുർആന ഖുർആനെ അങ്ങും ഇങ്ങും ഓതി കൊടുത്തും. ദാറസ മുഫഅലത്ത് ബാബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും അങ്ങോട്ടും ഇങ്ങോട്ടും ഓതും. മഹാന്മാരവിടെ 2 കോലം പറയുന്നുണ്ട്, രണ്ടാളും കൂടെ അങ്ങോട്ട് ഓതും. ഇപ്പം മുദാറസത്തായി. വേറൊരു മുദാറസത്ത് കുറേ ജിബ്രീൽ അലൈഹിസ്സലാം ഓതും, നബി തങ്ങൾ കേൾക്കും. കുറേ നബി തങ്ങൾ ഓതും, ജിബ്രീൽ കേൾക്കും. അങ്ങനെ ഈ മുദാറസത്തുണ്ട്. ഈ 2 രൂപത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓതലുണ്ട്.
ഫലറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തീർച്ചയായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അജ്വദു ബിൽ ഖൈർ ഖൈർ കൊണ്ട് വല്ലാതെ ധർമ്മം ചെയ്യുന്നവരായിരുന്നു. വലിയ ജവാദായിരുന്നു തങ്ങൾ ഖൈർ കൊണ്ട്. മിനരീഹിൽ മുർസല അയച്ചിടപ്പെട്ട കാറ്റിനേക്കാൾ ഖൈറിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, സുജനങ്ങൾക്കുള്ള സുഖത്തിന് വേണ്ടി അടിച്ചു വീശുന്ന, തടസ്സമില്ലാതെ അടിച്ചു വീശുന്ന സുന്ദരമായ കാറ്റ്. ആ കാറ്റ് എവിടെയെല്ലാം ആർക്കെല്ലാം എന്തെല്ലാം എത്തുമോ അത് എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാണ്. എന്നാൽ അതിനേക്കാളും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈർ എന്തെല്ലാം ഉണ്ടോ അതുകൊണ്ടെല്ലാം ധർമ്മം ചെയ്യുന്നവരായിരുന്നു. ഇവിടെ കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഒന്ന്, ഈ ഹദീസ് എന്തിനാണ് ഇവിടെ പറഞ്ഞത്? ബദുൽ വഹ്യിന്റെ ബാബിൽ എന്തിന് പറഞ്ഞു? ഫതുൽ ബാരിയെല്ലാം പറയുന്നത് ഈ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് റമളാനിലാണെന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടുമെല്ലാം തെളിഞ്ഞതാണ്. റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അപ്പം അങ്ങനെ റമളാനിൽ ഇറങ്ങിയതായ വഹ്യാകുന്ന ഖുർആൻ, ആ ഖുർആന്റെ വാർഷികം എന്നുള്ള നിലക്ക് പരിശുദ്ധ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുമായി വന്ന് ആ ഖുർആൻ അങ്ങനെ ആവർത്തിച്ച് രാത്രിയിൽ മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓതൽ പതിവായിരുന്നു. അപ്പം ഖുർആന്റെ വാർഷികം എന്നുള്ള നിലക്ക് റമളാനെ പ്രത്യേകം പരിഗണിച്ചിരുന്നു. ഖുർആന്റെ വാർഷികം വഹ്യിന്റെ വാർഷികം, ആ നിലക്കാണ് ഇവിടെ ഇത് പറഞ്ഞത് എന്നാണ് ഫതുൽ ബാരി വളരെ വിശദമായി ആവശ്യം ചർച്ച ചെയ്യുന്നുണ്ട്. അതിനേക്കാളും നല്ലത് ബദുൽ വഹി ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, ബാബിന്റെ അർത്ഥം വെച്ചോടത്തും പിന്നീടും പറഞ്ഞിട്ടുണ്ട്. വഹി ബാബു കൈഫ കാന ബദുൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ പിന്നീട് ആ വഹി എങ്ങനെയായിരുന്നു അതിൻ്റെ അവസാനമുണ്ടായത് എന്ന് ചർച്ച ചെയ്യേണ്ട. വഹീനെ പറ്റി പൊതുവായുള്ള ചർച്ച ചെയ്യണമല്ലോ. ആ ഒരു ചർച്ചയാണ് ഇവിടെ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ആ ഇറക്കിയതായ വഹി അത് വീണ്ടും വീണ്ടും നബി തങ്ങളിലേക്ക് ആവർത്തിച്ച് ഓതുമായിരുന്നു. ഇങ്ങനെയാണ് വഹി വരൽ. ഒരു വഹി ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ഖുർആന്റെ വചനം നബി തങ്ങൾക്ക് ഓതിക്കൊടുത്താൽ അത് അതോടുകൂടെ അവസാനിക്കൂല. വീണ്ടും 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 നബി തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാം അതങ്ങനെ ഓതി ആസ്വദിക്കൽ പതിവായിരുന്നു. ആദ്യമായി ഇറങ്ങുമ്പോഴുണ്ടാകുന്ന ആ ഒരു ശിദ്ദത്ത്, അത് പറഞ്ഞു ബദുഇൽ ശിദ്ദത്താണ് ഉണ്ടാവല്. ആ ശിദ്ദത്ത് പിന്നീട് നിലനിൽക്കലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓതിക്കൊടുത്ത്, മാത്രമല്ല തൊട്ടുമുമ്പത്തെ ഹദീസിൽ നബി തങ്ങളോട് ജിബ്രീലിന്റെ കൂടെ ഓതണ്ടെന്നെല്ലാം പറഞ്ഞല്ലോ. അപ്പം അതൊന്നും അങ്ങനെ തന്നെ അല്ല. അത് ആദ്യമായി ഇറങ്ങുമ്പോഴാണ് ജിബ്രീലും നബിയും തങ്ങൾ മുദാറസത്ത് രണ്ടാളും ഒപ്പം ഓതലുണ്ടായിരുന്നു. ഒരാൾ ഓതി മറ്റൊരാൾ കേൾക്കുകയും മറ്റൊരാൾ നബി ഓതി ജിബ്രീൽ കേൾക്കലും അതും ഉണ്ടായിരുന്നു, കൂടെ ഓതലും ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് മുമ്പത്തെ ബാബിലെ ഹദീസിന് കൈത് കൊടുക്കാൻ വേണ്ടി ഈ ഹദീസ് പറഞ്ഞു. പല രൂപം അവിടെ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അജ്വദുന്നാസാണ്. ജനങ്ങളിൽ വെച്ച് ഓരോരുത്തർക്കും എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നബി തങ്ങൾ കൊടുക്കുന്നവരായിരുന്നു. അസ്ഖന്നാസ് എന്ന ഐനീത തഫ്സീർ, അസ്ഖന്നാസ് ലിമാ കാനത് നഫ്സുഹു അസ്റഫൻ നുസൂൻഫൂസ് വമിസാജുഹു അഅ്ദലൽ അംസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം വളരെ നല്ല ശരീരവും നഫ്സുകളിലും തങ്ങളുടെ ശരീരത്തിൻ്റെ കൂട്ട് ഏറ്റവും നല്ല കൂട്ടുമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായി. നബി തങ്ങൾക്ക് പേടിയില്ലാതെ കൊടുക്കുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ബുഖാരിയിൽ തന്നെ ഹദീസ് വരുന്നുണ്ട്.
നബി തങ്ങളോട് എന്ത് ചോദിച്ചാലും നബി തങ്ങൾ ഒരിക്കൽ പോലും ലാ എന്ന് പറഞ്ഞിട്ടില്ല. എന്ത് ചോദിച്ചിട്ടും ലാ എന്ന് പറഞ്ഞിട്ടില്ല. ഹദീസിൽ കാണാം ലാ യുസ്അലു ശൈഅൻ ഇല്ലാ അഅ്താ. നബി തങ്ങളോട് എന്ത് തന്നെ ചോദിച്ചാലും അത് കൊടുക്കും. ബുഖാരിയിൽ തന്നെ 6034 ഹദീസ് അത് വരുന്നുണ്ട്. മുസ്ലിമിൽ 2314 ഹദീസ് അത് വരുന്നുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നും ആർക്കും മറികടക്കാൻ കഴിയാത്ത ധർമ്മിഷ്ഠനാണ്. അത് ബഹുമാനപ്പെട്ട റമദാൻ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളമായി കൊടുക്കുന്നവരായിരുന്നു. എന്താ പരിശുദ്ധ റമദാനിന്റെ പവിത്രത അതാണ്. ആ ഒരു സ്വഭാവം ഇന്നും ലോകത്ത് നിലവിലുള്ള ഒന്നാണ്. പരിശുദ്ധ റമദാൻ വന്നാൽ എല്ലാവരുടെയും കൈയയച്ചിലുണ്ട്, അധിക പേരുടെയും കൈയയച്ചിലുണ്ടാകും. മറ്റുള്ള കാലത്ത് കൊടുക്കാത്തവരും റമദാനിൽ എന്തെങ്കിലും കൊടുക്കാത്തവരുണ്ടാവൂല. അതുപോലെ തന്നെ ഇമാം നബി പ്രത്യേകമായി പറയുന്നുണ്ട്, ഫത്ഹുൽ ബാരി ഉദ്ധരിക്കുന്നുണ്ട്, പരിശുദ്ധ റമദാനിൽ മറ്റുള്ള അദ്കാറുകൾ, സ്വലവാത്തുകൾ, ഇബാദാത്തുകൾ അതുകൊണ്ട് സ്വലാകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഖുർആൻ ധാരാളമായി ഓതലാണ്. കാരണം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഒരുമിച്ച് കൂടുമ്പോൾ ഖുർആനായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓതിയിരുന്നത്. വേറെ വല്ല ദിക്റുകൾക്കും അത്ര പ്രത്യേകതയുണ്ടെങ്കിൽ അതും അവരെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. അപ്പൊ റമളാനിൽ ഏറ്റവും കൂടുതൽ പരിഗണന നൽകേണ്ടത് പരിശുദ്ധ ഖുർആനിന്റെ ഓത്തിനിക്കാണ്. അതോടുകൂടെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാവണമെങ്കിൽ ധാരാളം സമ്പത്ത് വേണം. ധാരാളം സമ്പത്തില്ലാത്തവനിക്ക് ലോകത്ത് ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ എന്ന പേരെങ്ങനെ കിട്ടും? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസിൽ കാണാം മർഫൂആയ. എന്താ? ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അന അജ്വദു വുൽദി ആദം. ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ വെച്ച് ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ ഞാനാണ്. ബുഖാരിയിൽ തന്നെ വരുന്ന ഹദീസിന്റെ അനുസരിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അശ്അൻ നാസി വ അജ്വദൻ നാസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സുജായിയാണ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ജവാദാണ്. നബി തങ്ങൾക്ക് എവിടെ നബി തങ്ങൾക്ക് സമ്പത്തുണ്ടായിരുന്നോ? സൂറത്ത് വദ്ദുഹായിൽ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വവജദക ആയിലം ഫഅഗ്നാ, നിങ്ങളെ ഞാൻ സമ്പന്നനാക്കിയിട്ടുണ്ട്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്ന നബി തങ്ങളുടെ അവസാന കാലത്ത് നബി തങ്ങളെ അത്ര വലിയൊരു പണക്കാരൻ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ചോദ്യം വരും, നബി തങ്ങൾക്ക് കുറേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ നബി തങ്ങൾ അങ്കി പണയം വെച്ചിട്ടല്ലേ? ഇമാം ബുഖാരിയിൽ 12ഓളം സ്ഥലത്ത് വന്ന ഹദീസാണത്, അങ്കി പണയം വെച്ചത്. അത് ഓരോന്നിനും ഇമാം ബുഖാരി 12 സ്ഥലത്ത് 12 കാര്യത്തിന് വേണ്ടിയായിരുന്നു ആ പണയം വെക്കലെന്ന് പറയുന്നുണ്ട്. ദാരിദ്ര്യമുണ്ടായത് കൊണ്ട് എന്ന് പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനത്ത് തന്നെ ധാരാളം സമ്പത്തുണ്ടായിരുന്നു. മദീനയിലേക്ക് റസൂലുള്ള വരലോട് കൂടി തന്നെ മദീനയിലെ 4/1 മദീന നിവാസികൾ നബി തങ്ങൾക്ക് പതിച്ചു നൽകിയിരുന്നു. അതുപോലെ മദീനയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയപ്പെട്ട 7 വലിയ തോട്ടങ്ങൾ, ജൂതനായ ഒരു സ്വഹാബി ഉഹുദിൽ വന്ന് ഷഹീദ് പ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉഹുദ് യുദ്ധം നടക്കുന്ന അന്ന് മദീനയിൽ അവാലിയിലുള്ള ഏറ്റവും വലിയ 7 തോട്ടത്തിൻ്റെ ഉടമസ്ഥനായ മുഖൈരി റളിയല്ലാഹു അൻഹു ജൂതനായിരുന്നു.
അവർ ഉഹദിൽ വന്ന മുസ്ലിമായി എൻ്റെ തോട്ടം മുഴുവനും തങ്ങൾക്ക് മാത്രമായി ഞാൻ തന്നിരിക്കുന്നു. യുദ്ധത്തിൽ ഞാൻ ഷഹീദാകാൻ വേണ്ടി വന്നവനാണ്. ഞാൻ ഷഹീദായാൽ ആ തോട്ടം മുഴുവനും നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് സ്വഹാബത്തിനോട് ഏൽപ്പിക്കുകയും നബി തങ്ങൾക്ക് വസിയത്ത് ചെയ്യുകയും ചെയ്ത ആ തോട്ടം. അതുപോലെ സൂറത്തുൽ ഹശ്റിൽ വിശദീകരിക്കുന്ന ബനു നളീർ, ബനു ഖുറൈള, അവരുടെ തോട്ടം, അവരുടെ മുഴുവൻ ഭൂമിയും. അതുപോലെ തന്നെ ഫദക്ക് ഒരു ഗ്രാമമാണ്, വലിയൊരു നാടാണത്. 1-2 ഭൂമിയല്ല, 1-2 ഏതോ മുജാഹിദേരം പറഞ്ഞ മാതിരി 10 സെന്റ് സ്ഥലമല്ല, അത് വലിയൊരു നാടാണ് ഫദക്ക്. അതുപോലെ ഖൈബറിലെ അധിക ഭാഗങ്ങളും ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമായി അല്ലാഹു തആല കൊടുത്തതാണ്. ധാരാളം പണം നബി തങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ച് വീഴുന്നത് തന്നെ അത്യാവശ്യം പണമുള്ളവരായിട്ടാണ്. അബ്ദുല്ലാഹി തങ്ങൾ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പിതാവ് റസൂലുള്ളാഹി തങ്ങൾ ഗർഭത്തിലായപ്പോൾ തന്നെ വഫാത്തായത് എല്ലാവർക്കും അറിയാം. അന്ന് നബി തങ്ങൾക്ക് അനന്തരമായി കിട്ടിയ എന്താ? 5 ഒട്ടകം, ഏതാനും ആടുകൾ, 2 അടിമ സ്ത്രീകൾ, ഒരു വീട്. 5 ഒട്ടകം ഉണ്ടായാൽ തന്നെ സക്കാത്ത് നിർബന്ധമായൊരു സാധാ മുതലാളിയാണ്. പിന്നെ ആടുമുണ്ട്, വീടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദാരിദ്ര്യം നേരിടേണ്ട പല ഘട്ടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ പ്രത്യേകമായി കാത്ത് സംരക്ഷിച്ച് പോന്നിട്ടുണ്ട്. ഹലിമ ബിയുടെ ചരിത്രം. ഹലിമ ബിവിൻ്റെ അടുത്ത് റസൂലുള്ളാഹി താമസിക്കുന്ന കാലത്ത് എവിടെയുമില്ലാത്ത പഴം അവിടെയുണ്ട്. മുലയിൽ ധാരാളം പാലുണ്ട്. പാലില്ലാത്ത കറവ പറ്റിയ ആടുകൾക്ക് പോലും കറവ ഉണ്ടായി. എന്തെല്ലാം ചെറുപ്പത്തിൽ തന്നെ അല്ലാഹുവിൻ്റെ റസൂലിനെ അല്ലാഹു തആല നോക്കിയിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ ഇമാം ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് ഒത്താശ ചെയ്യൽ നബി തങ്ങൾക്ക് നുബുവത്തിൻ്റെ മുമ്പേയുള്ള സ്വഭാവമാണ്. ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കൽ, എല്ലാവിധ ഒത്താശയും ചെയ്യൽ നബി തങ്ങളുടെ സ്വഭാവമാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ ഹദീസിൽ നിന്ന് ഇങ്ങനത്തെ ഒന്നും പിടിച്ചെടുക്കാം. എന്ത്? വഹി ലഭിക്കുന്ന മഹത്തുക്കൾ, അമ്പിയാക്കൾ, അവർ ഓരോരോ കാലത്തും അവരുടെ കാലത്തുള്ള വലിയ അഫ്സലായ സിഫത്തുള്ളവരായിരിക്കും. അതിൽപ്പെട്ട പ്രധാന സിഫത്താണ് ജവാദ്. അവർ ജവാദായിരിക്കും, എല്ലാവരും ധർമ്മിഷ്ഠന്മാരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തന്നെയാണ്. ധാരാളം സമ്പത്ത് റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പോഴുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്കുള്ള ചെലവ് കൊടുത്തിരുന്നത് റസൂലുള്ളാഹിന്റെ മുതൽ നിന്ന് തന്നെയാണ്. ചരിത്രം വിശാലമാണ്. അറിയാൻ വേണ്ടി നബി തങ്ങളെപ്പറ്റി ഒരാൾ പോലും നബി തങ്ങൾ പാവമായിരുന്നു, ഒന്നില്ലാത്തവരായിരുന്നു, നബി തങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുത്തിരുന്നത് പിരിവ് നടത്തിയിട്ടായിരുന്നു. പിരിവ് നടത്തിയിരുന്നോ ഇല്ലേ എന്നുള്ള മറ്റൊരു സംഗതി. പിരിവ് നടത്തിയിട്ട് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ റസൂലുള്ളാഹി കൊടുത്തിരുന്നത് നബി തങ്ങളുടെ സ്വന്തം മുതലായിരുന്നു. വളരെ മനസ്സിലാക്കണം. മഹാന്മാരായ ഇമാമിങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് ആരെങ്കിലും റസൂലുള്ളാഹി ഫഖീറായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ മുർത്തദ്ദാകുമെന്ന് വരെ പറഞ്ഞവരുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ഫഖീറല്ല, നബി തങ്ങൾ മിസ്കീനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗനിയാണ്. ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പല സ്ഥലത്ത് പറയുന്നുണ്ട്. ഇബ്നുൽ അസ്കലാനി തങ്ങൾ ഫത്ഹുൽ ബാരി അടക്കം പല സ്ഥലത്തും പറയുന്നുണ്ട്, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വഅമിത്നി മിസ്കീന വഹ്ശുർനി ഫീ ജുംറത്തിൽ മസാകീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരന്നിട്ടില്ല. അങ്ങനെ ഒരു ദ്വാ റസൂലുള്ളാഹി ഒരിക്കലും ദ്വാരന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഉസ്താദന്മാർ, അറിവുള്ളവർ ആരും ദ്വാർക്കലുമില്ല. എന്തുകൊണ്ട്? ആ വന്ന ഹദീസ് വളരെ ലഈഫാണ്, കെട്ടിച്ചമച്ചുണ്ടാക്കിയവരാണ്. ഇനി അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എങ്ങനെ വെക്കണം എന്ന് ഇമാമിങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആവശ്യമുള്ളനായിട്ട് എന്നെ ജീവിപ്പിക്കണേ, ആ നിലക്കുള്ള മരണം തന്നെ, ആ നിലക്കുള്ളവരോ ഒരുമിച്ച് കൂട്ടുമ്പോഴും അള്ളാഹുലേക്കുള്ള ഇഹ്തിയാജ് നൽകണേ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നല്ലാതെ സമ്പത്തില്ലാത്ത ഒരരപ്പനായി എന്നെ ജീവിപ്പിക്കണേ
എരപ്പന്മാരോട് കൂടെ ഒരുമിച്ച് കൂട്ടണേ, പരമസാധുക്കളോട് കൂടെ ഒരുമിച്ച് കൂട്ടണേ എന്നർത്ഥം അവിടെ ഇല്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് മിസ്കീനുമല്ല ഫക്കീറുമല്ല, റസൂലുള്ള ഗനിയാണ്. വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. വെറുതെ എല്ലാ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദന്നാസ്, ലോകത്തുള്ള എല്ലാ ജനങ്ങളെക്കാളും വലിയ ധർമ്മിഷ്ഠൻ റസൂലുള്ളാഹിയാ. ഹജ്ജത്തുൽ വിദാന് പോകുമ്പോൾ ഓരോരോ ഒട്ടകത്തിനിക്ക് 100 ഒട്ടകം തരാം എന്ന് വരെ പറഞ്ഞ 100 ഒട്ടകവുമായി നബി തങ്ങൾ പോയത്. അതിലുള്ള ഒരു ഒട്ടകത്തിനെ പിടിച്ചിട്ട് ആൾ പറഞ്ഞു, ഈ ഒട്ടകത്തിന് തരാൻ ഞാൻ 100 ഒട്ടകം തരാം. അത്രയും നല്ല സാധനങ്ങളെയാണ് റസൂലുള്ളാഹി കൊണ്ടുപോയി 100 ഒട്ടകം അറുത്തത്. അത് ആരാൻ്റെ മുതലല്ല, നബി തങ്ങളതാണ്. നബി തങ്ങൾക്ക് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം നൽകിയിട്ടില്ല. റസൂലുള്ളാഹി അജ്വദാണ്. വളരെ ചിന്തിച്ച് റസൂലുള്ളാഹിനെ മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.